31 കോടി രൂപ ചെലവിൽ കിഫ്ബി സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച പെരുവമ്പറമ്പ് കല്ലുവയൽ നെല്ലിക്കാംപൊയിൽ റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിൽ. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞു. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിനൊരു കുഴപ്പമുണ്ടാകില്ല, പക്ഷേ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷം അവരെ അറിയിക്കുകയാണ്. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കൂടുതൽ പണം കേന്ദ്ര സർക്കാർ തരാതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്നുള്ള സ്ഥിതി ചർച്ച ചെയ്തെങ്കിലും ഫണ്ട് കൂടുതൽ തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി. നേരത്തെ ഭരിച്ച UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ആ നിലയിലേക്ക് കാര്യങ്ങൾ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിൽ അന്ന് ഓഫീസും പൂട്ടി പോയതാണ്. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ തയ്യാറായി. 100-200 കോടിയല്ല, 5580 കോടി. അത്തരമൊരു തീരുമാനം LDF സർക്കാർ അന്ന് കൈക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത ഇന്ന് ഉള്ളതുപോലെ യാഥാർത്ഥ്യമാകില്ല. 600ഓളം കിലോമീറ്റർ വരുന്ന ദേശീയപാത 66 450ലധികം കിലോമീറ്റർ പൂർത്തീകരിച്ചു. 500ൻ്റെ അടുത്ത് കിലോമീറ്റർ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷം വരെ നിങ്ങളെ അറിയിക്കും. കുതിരാൻ ടണൽ, മൂന്നാർ, ബോഡിമേട്ട്, നാട്ടുകൽ, താണാവ് ഹൈവേ പദ്ധതികളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഒട്ടനവധി ഹൈവേ പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനപരമായ പങ്കാളിത്തം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ, കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്ററാണ്. മലയോര ജനത സ്വപ്നം കണ്ടൊരു പദ്ധതി. ഒട്ടനവധി പ്രതിബന്ധതകളുണ്ടായിരുന്നു, അതൊക്കെ തട്ടിമാറ്റി മലയോര പാത ഇപ്പോൾ വലിയൊരു ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100അല്ല, ഇപ്പോൾ 150 കഴിഞ്ഞു എന്ന സന്തോഷം വരെ നിങ്ങളെ അറിയിക്കും. കല്ലുവയൽ സെന്റ് ആന്റണി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മട്ടന്നൂർ MLA KK ശൈലജ ടീച്ചർ റിബൺ കട്ട് ചെയ്തു. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഇരിക്കൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. രാജ്യസഭാ MP P സന്തോഷ് കുമാർ, Dr. V ശിവദാസൻ എന്നിവരും വിശിഷ്ടാതിഥികളായിരുന്നു. KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനില P റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK സുലേഖ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള, പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജ, പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M വിനോദ് കുമാർ, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG സണ്ണി, പടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ്, പടിയൂർ പഞ്ചായത്ത് മെമ്പർ KK പ്രഭാകരൻ, ലിസമ്മ വർഗീസ്, ഉളിക്കൽ പഞ്ചായത്ത് മെമ്പർ പ്രസന്ന ദാസ്, പായം പഞ്ചായത്ത് മെമ്പർ KV രാധാകൃഷ്ണൻ, ഉളിക്കൽ പഞ്ചായത്ത് മെമ്പർ എബിൻ കുര്യാക്കോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് ബോബി എണ്ണച്ചേരിയിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് B ഷംസുദ്ദീൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ റോജി TK ചടങ്ങിന് നന്ദി അറിയിച്ചു. 31 കോടി രൂപ ചെലവിൽ കിഫ്ബി സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച പെരുവമ്പറമ്പ് കല്ലുവയൽ നെല്ലിക്കാംപൊയിൽ റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ 3 അസംബ്ലി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പൊതുമരാമത്ത് റോഡുകളിൽ ഒന്നാണ് പെരുവമ്പറമ്പ് കല്ലുവയൽ നെല്ലിക്കാംപൊയിൽ റോഡ്. ഇരിക്കൂർ, മട്ടന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2017-18 ബജറ്റിൽ നവീകരണത്തിന് ഫണ്ട് അനുവദിക്കുകയും 2023 ഫെബ്രുവരി 28 ചേർന്ന 45 കിഫ്ബി ബോർഡ് യോഗത്തിൽ അംഗീകാരം ലഭിക്കുകയുമായിരുന്നു. നിരവധി സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ട സ്വപ്ന പദ്ധതി എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രദേശത്തെ ധാരാളം ആളുകൾക്ക് ആശ്വാസമായി പ്രവൃത്തി പൂർത്തീകരിച്ച് തുറന്നു നൽകിയിരിക്കുകയാണ്. റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. നമ്മുടെ റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. പെരുവമ്പറമ്പ് കല്ലുവയൽ നെല്ലിക്കാംപൊയിൽ റോഡ്
സാധാരണഗതിയിൽ അങ്ങനെ നമ്മൾ വല്ലാത്ത ഒരിടപെടൽ നടത്തേണ്ടതായിട്ട് വരാറില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഭാഗ്യദോഷത്തിന് 2017 പാസ്സായിട്ടുള്ള ഈ പ്രവൃത്തി കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധനയെല്ലാം നടത്തി പോകുമ്പോൾ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിൻ്റെ അളവ് കുറച്ച് കാണിച്ചിട്ടാണ് പോയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സജി ജോസഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം കിഫ്ബിയിൽ നിന്നൊരു പൈസ മേടിച്ചെടുക്കുക എന്ന് വെച്ചാൽ നല്ല സാഹസികമായിട്ടുള്ള ജോലിയാണ്. കിഫ്ബി ഒരു അഭിമാന സ്ഥാപനമാണ്, അതിന് യാതൊരു തർക്കവുമില്ല. കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ രീതിയിലുള്ള വികസനത്തിന് ഏറ്റവും അധികം സഹായകമായിട്ടുള്ളത് കിഫ്ബിയാണ്. നമുക്ക് നമ്മുടെ സാധാരണഗതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് ഓരോ വകുപ്പിനും വീതിച്ചു കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വലിയ അത്ഭുതമൊന്നും കേരളത്തിൽ കാണിക്കാൻ സാധിക്കില്ല. കാരണം അത് വീതം വെക്കുമ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ആധുനിക രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇന്ന് വലിയ തുക ആവശ്യമാണ്. ഒരു ഉദാഹരണത്തിന് റോഡുകളുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ എല്ലാ വർഷവും പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണത്തിന് പണം അനുവദിക്കാറുണ്ട്. സാധാരണഗതിയിൽ ടാർ ചെയ്ത് പോകാൻ ഇത്രയേറെ തുക ആവശ്യമില്ല. ഈ 5-6 കിലോമീറ്റർ റോഡ് ചെയ്യാൻ ഒരുപക്ഷെ ഒരു ചെറിയ തുക മാത്രമേ ആവശ്യമുള്ളൂ. 1 കോടിയോ 2 കോടിയോ ഒക്കെ കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞേക്കും. പക്ഷേ അടുത്ത മഴ വരുമ്പോൾ ആ റോഡ് പൊള്ളി ഇളകി വരും, വലിയ കുഴിയൊക്കെ ആവും. പിന്നെ വീണ്ടും മെയിൻ്റനൻസ് ചെയ്യണം, ഒന്നുകിൽ റീടാർ ചെയ്യണം, അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്യണം. ഇതൊക്കെയാണ് കുറേ കാലമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സംഗതി. പക്ഷേ അതിന് വലിയ തുക സർക്കാർ ചെലവഴിക്കണം. നമ്മുടെ കയ്യിലുള്ള കാശിൻ്റെ ഒരു ഭീമഭാഗം, പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുവദിച്ച് കിട്ടിയ തുകയുടെ വലിയ ഭാഗം ഈ പാച്ച് വർക്കിനും അതുപോലെ തന്നെ റീടാറിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മൾ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ മെച്ചമുണ്ടാവുന്നുമില്ല. അടുത്ത മഴയാകുമ്പോൾ വീണ്ടും റീടാർ ചെയ്ത റോഡ് പൊളിഞ്ഞിളകി വരും. നമ്മുടെ മഴയുടെ കാഠിന്യം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചു, കേരളത്തിലെ PWD റോഡുകൾ നല്ല ബിറ്റുമിൻ മെക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ്, BMN-BC, നമ്മൾ മെക്കാഡം റോഡെന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യണം എന്നാണ് ആലോചിച്ചത്. ഒരേ സമയം തന്നെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നടക്കുന്ന സമയമാണ്. ഇതേ സമയം തന്നെ കരുവഞ്ചാലിലെ പാലത്തിൻ്റെ ഉദ്ഘാടനം കൂടി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് അവിടെയും. 4 മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചത്, 5 മണിക്കെങ്കിലും എത്തിച്ചേരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. വളരെയേറെ സന്തോഷകരമായ അഭിമാനകരമായൊരു മുഹൂർത്തത്തിൽ ആണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കല്ലുവയലുകാരെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷ ലഹരിയിലാണ് ഈ നാട്ടുകാരെന്ന് എനിക്കറിയാം. കാരണം ഒരു കാലത്ത് ഒറ്റപ്പെട്ട് കിടന്ന ഒരു പ്രദേശം, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളും ഗതാഗത പ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ പ്രതിസന്ധിയിലാക്കിയിരുന്ന ഒരു കാലഘട്ടമാണ് മുൻപുണ്ടായിരുന്നത്. അതിലൊരു മാറ്റം, ഒരു വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാകും ഈ റോഡെന്ന് നമ്മൾ കരുതി. അതിനുവേണ്ടി നമ്മുടെ മാതാപിതാക്കന്മാർ നടത്തിയ ചെറുതും വലുതുമായ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി സ്മരിക്കുകയാണ്. അവരുടെയൊക്കെ പ്രാർത്ഥനയും ആഗ്രഹവും ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ആദ്യമായി അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയ ഈ നാട്ടിലെ പഴയകാലത്തെ പൊതുപ്രവർത്തകരെയും വൈദികരെയും നാട്ടുകാരെയും അവരോടൊപ്പം നിന്ന ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അവരുടെ എല്ലാം ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു.